നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. ഗോകുലം ഗ്രൂപ്പിൽ വ്യാപക ED പരിശോധന. ഗോകുലം ഗോപാലന്റെ ചെന്നൈ കോടമ്പാക്കത്തെ ധനകാര്യ സ്ഥാപനത്തിലും നീലാങ്കരയിലെ വീട്ടിലുമാണ് പരിശോധന. കോഴിക്കോട്ടെയും കൊച്ചിയിലെയും ഓഫീസുകളിലും ED സംഘമെത്തി. വിദേശ നാണ്യ വിനിമയ നിയമം ലംഘിച്ചെന്ന ആരോപണത്തിലാണ് റെയ്ഡ്. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്. 5 വീടുകളിലാണ് NIA റെയ്ഡ് നടത്തിയത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു റെയ്ഡ്. 4 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. ചെങ്ങര, മംഗലശ്ശേരി, കിഴക്കേത്തല, ആനക്കോട്ടുപുറം എന്നിവിടങ്ങളിലായിരുന്നു NIA റെയ്ഡ്. പഴയടത്ത് ഷംനാദിന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയെങ്കിലും ഇയാൾ വീട്ടിലുണ്ടായിരുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം. എക്സാലോജിക്കും ശശിധരൻ കർത്തയും CMRലും കേസിൽ പ്രതികളാണ്. സേവനമൊന്നും നൽകാതെ വീണ വിജയൻ 2,70,00,000 രൂപ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകി. ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ വിളയാട്ടം. മൂന്നാർ ആറോ ജംഗ്ഷനിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കടകളും മൂന്നാർ പഞ്ചായത്തിന്റെ അപ്സൈക്കിൾ പാർക്കും തകർത്തു. ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് ആന കാടുകയും. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം തുടങ്ങി ഇന്ന് 54-ാം ദിവസം. ആശാമാരുമായുള്ള 3ാമത് മന്ത്രിതല ചർച്ചയുടെ 2ാം ഘട്ടം ഇന്നുണ്ടാകില്ല. ഇന്നലെ നടന്ന ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ട്രേഡ് യൂണിയനുകൾക്കൊപ്പം ഇനി ചർച്ചയ്ക്കില്ലെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. പ്രശ്നപരിഹാരമുണ്ടാകുന്നതുവരെ സമരം തുടരുമെന്ന് ആശാപ്രവർത്തകർ. പാലക്കാട് ആനക്കരയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ വടിവാളുകളും കമ്പിപ്പാരയും കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കവർച്ച നടത്തി മോഷ്ടാവ് മടങ്ങുമ്പോൾ അകപ്പെട്ട അതേ കിണറ്റിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെടുത്തത്. സംഭവത്തിൽ തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു. കിണറിലെ വെള്ളം വറ്റിച്ച് വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾക്കാണ് ഇതാദ്യം ലഭിക്കുന്നത്. തൃശൂർ നെടുപുഴ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ KSU പ്രതിഷേധം. പ്രതിഷേധക്കാർ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചു. പെൺകുട്ടികളോട് അപമര്യാദയായി അധ്യാപകൻ പെരുമാറിയെന്നാരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആരോപണ വിധേയനായ അധ്യാപകനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃശൂരിൽ ലഹരിക്കെതിരെ ഉപവാസ സമരവുമായി കത്തോലിക്ക കോൺഗ്രസ്, തൃശൂർ അതിരൂപത യൂത്ത് കൗൺസിൽ. വർദ്ധിച്ചു വരുന്ന രാസലഹരി, മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ അധികാരികൾ കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. അയ്യന്തോൾ കളക്ടറേറ്റ് പടിക്കൽ ആരംഭിച്ച ഉപവാസ സമരം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. മധുരയിൽ നടക്കുന്ന CPIM പാർട്ടി കോൺഗ്രസ് തുടരുന്നു. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് പ്രകാശ് കാരാട്ട് ഇന്ന് മറുപടി പറയും. അതേസമയം വീണ വിജയനെതിരെ SFIO കുറ്റപത്രം സമർപ്പിച്ചതിൽ നേതാക്കൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അപ്പീലിൽ വാദം കേൾക്കും. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുമതി നൽകണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിലാണ് വാദം. വഖഫ് ഭേദഗതി ബില്ലിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വിമർശനമുന്നയിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. അതേസമയം കോൺഗ്രസും CPIMും മുസ്ലിം പ്രീണനം നടത്തുകയാണെന്നാരോപിച്ച് ക്രിസ്ത്യൻ മുഖപത്രമായ ദീപികയിലും മുഖപ്രസംഗം. വഖഫ് എന്ന കങ്കാരു കോടതിയുടെ കാവൽക്കാർ ക്രൈസ്തവരെ മതേതരത്വം പഠിപ്പിക്കേണ്ടെന്നും ദീപികയുടെ വിമർശനം. വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പാസായി. വോട്ടെടുപ്പിൽ 128 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 പേർ എതിർത്തു. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബില്ല് പാസാക്കിയത്. ബില്ല് അവതരണത്തിനിടയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോരുണ്ടായി. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നവും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങളും രാജ്യസഭയിൽ ഉന്നയിച്ച് ജോൺ ബ്രിട്ടാസ് MP. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചിലർ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ഓരോ ദിവസവും ആക്രമണം നടക്കുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ രാജ്യസഭയിലെ BJP ബെഞ്ചിൽ കാണാമെന്നും ബ്രിട്ടാസ്. രാജ്യസഭയിൽ എമ്പുരാൻ സിനിമ ഉന്നയിച്ച ജോൺ ബ്രിട്ടാസ് MPക്ക് മറുപടിയുമായി MP സുരേഷ് ഗോപി. എമ്പുരാൻ സിനിമയിൽ മാറ്റം വരുത്താൻ സെൻസർ ബോർഡ് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. റീ എഡിറ്റിംഗ് നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും തീരുമാനമാണ്.
TP 51 വെട്ട് പരാമർശിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയതിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ബില്ല് ഭരണഘടനാ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നാക്രമണമാണെന്നും ബില്ലിനെതിരെ തമിഴ്നാട് ഒന്നിച്ചു പോരാടുമെന്നും സ്റ്റാലിൻ നിയമസഭയിൽ വ്യക്തമാക്കി. കറുത്ത ബാഡ്ജ് അണിഞ്ഞാണ് DMK അംഗങ്ങൾ നിയമസഭയിലെത്തിയത്. വഖഫ് നിയമ ഭേദഗതി പട്ടികവർഗ വിഭാഗത്തിന്റെ ചരിത്രപരമായ നേട്ടമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. വിഷയത്തിൽ കേരളത്തിലെ MP-മാർ സ്വീകരിച്ച സമീപനം അങ്ങേയറ്റം അപമാനകരമാണ്. മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് CPIM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നതെന്ന് MT രമേശ്. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈബി ഈഡൻ MP-യുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ച് BJP. മുനമ്പം ജനതയെ വഞ്ചിച്ചു, രാജിവെച്ച് പുറത്തു പോകുമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് BJP പ്രവർത്തകർ എറണാകുളം വടക്കൻ പറവൂരിൽ പ്രതിഷേധം നടത്തിയത്. MP സ്ഥാനം രാജിവെച്ച് മുനമ്പം ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും BJP. പഴയകാല ബോളിവുഡ് നടനും സംവിധായകനുമായ മനോജ് കുമാർ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു. 87 വയസ്സായിരുന്നു. ദേശഭക്തി ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ താരം 4 പതിറ്റാണ്ട് ഇന്ത്യൻ സിനിമയിൽ സജീവമായിരുന്നു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവാണ്. 60ഓളം സിനിമയിൽ അഭിനയിക്കുകയും 7 സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരത്ത് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന് ശില്പമൊരുങ്ങുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ അബ്ദുൽ കലാം പാർക്കിലാണ് തിരുവനന്തപുരം നഗരസഭ കലാമിന്റെ ശില്പമൊരുങ്ങുന്നത്. പ്രശസ്ത ശില്പി ഉണ്ണി കാനായുടെ കരവിരുതിലാണ് 10 അടി ഉയരത്തിൽ ചെറുപുഞ്ചിരി തൂകുന്ന ഇന്ത്യയുടെ മിസൈൽ മനുഷ്യന്റെ മെറ്റൽ ഗ്ലാസിൽ തീർക്കുന്ന ശില്പമൊരുങ്ങുന്നു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വഖഫ് നിയമ ഭേദഗതി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതാണെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ. രാജ്യത്തെ മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ഉന്മൂലനം ചെയ്യാനുള്ള സംഘപരിവാർ ശ്രമങ്ങളുടെ തുടർച്ചയാണിതെന്നും നിസാർ കുറ്റപ്പെടുത്തി. വഖഫ് നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് BJP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. BJP മുൻ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷൻ മുന്നിൽ സമാപിച്ചു. മലപ്പുറം എടപ്പാൾ ഭൂമി കയ്യേറ്റത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സർവേ ചെയ്തത് പ്രകാരം MP തെയ്യൻ മേനോന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മേൽപ്പാലത്തിന് താഴെയാണെന്ന് കണ്ടെത്തി. അതേസമയം പെട്രോൾ പമ്പ് നിൽക്കുന്ന ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ അതിർത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റോഡിലേക്ക് 3 മീറ്ററോളം ഇറങ്ങിയിട്ടാണെന്നും കണ്ടെത്തി. റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് സർക്കാർ നൽകാനുള്ള പണം നൽകുന്നില്ലെന്ന് ആരോപണം. സിവിൽ സപ്ലൈസ് വകുപ്പ് 3 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ കരാറുകാർക്ക് നൽകാനുള്ളത് 70 കോടി രൂപ. കുടിശ്ശിക പണം നൽകാതെ വന്നതോടെ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നത് തോന്നിയ പോലെയാണെന്നും റേഷൻ വ്യാപാരികൾ ആരോപിച്ചു. സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പരസ്യപ്പെടുത്തും. സുപ്രീം കോടതി ഫുൾ കോർട്ട് യോഗത്തിലാണ് തീരുമാനം. എല്ലാ ജഡ്ജിമാരും സ്വത്ത് സംബന്ധിച്ച വിശദാംശങ്ങൾ ചീഫ് ജസ്റ്റിസിന് കൈമാറും. ഈ വിശദാംശങ്ങൾ സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ധാരണയായി. നീതിന്യായ വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനായാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമെതിരെ വധഭീഷണി. യുവാവിനെ 2 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. 2023 കേസിനാസ്പദമായ സംഭവം. മുംബൈ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് ഭീഷണി. സംഭവത്തിൽ ചുനാഭട്ടി നിവാസി കമാൻ ഖാനെയാണ് ശിക്ഷിച്ചത്. ഫോബ്സിന്റെ സമ്പന്ന പട്ടികയിലെ ആദ്യ 10ൽ നിന്നും പുറത്തായി മുകേഷ് അംബാനി. SpaceX ടെസ്ല CEO ആയ ഇലോൺ മസ്ക് ആണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. $92.5 ബില്യൺ ആസ്തിയുമായി പട്ടികയിൽ 18ാം സ്ഥാനത്താണ് മുകേഷ് അംബാനി. ഗൗതം അദാനി $56.3 ബില്യൺ ആസ്തിയുമായി പട്ടികയിൽ 28ാം സ്ഥാനത്തുമുണ്ട്. $216 ബില്യൺ ആസ്തിയുമായി മെറ്റ CEO മാർക്ക് സക്കർബർഗ് 2ാം സ്ഥാനത്തെത്തി. ആദ്യമായാണ് മാർക്ക് സക്കർബർഗ് ഫോബ്സിന്റെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത്.
മധ്യപ്രദേശിലെ കൊണ്ടാവത്തിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ 8 പേർ വിഷവാതകം ശ്വസിച്ച് മരിച്ചു. ഗംഗോർ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വിഗ്രഹ നിമജ്ജനത്തിനായി ഗ്രാമവാസികൾ കിണർ വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം. 150 വർഷം പഴക്കമുള്ള കിണറാണ് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. ജില്ലാ ഭരണകൂടം, പോലീസ്, SDRF ടീമുകൾ എന്നിവരെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അപകടത്തിന് പിന്നാലെ കിണർ അടച്ചു. ദുബായിയുടെ ലോകോത്തര വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻ കൊറിയർ സർവീസ് ആരംഭിച്ചു. എമിറേറ്റ്സ് കൊറിയർ എക്സ്പ്രസ് എന്ന പേരിൽ ഡോർ ടു ഡോർ കൊറിയർ സേവനത്തിന് തുടക്കം കുറിച്ചതായി കമ്പനി വ്യക്തമാക്കി. 7 വിപണികളിലാണ് തുടക്കത്തിൽ എമിറേറ്റ്സ് കൊറിയർ സേവനം നൽകുന്നത്. ഈദ് അവധിക്ക് ശേഷം വീണ്ടും പരിഷ്കരിച്ച ഗതാഗത നിയമങ്ങൾ കർശനമാക്കി ദുബായ്. നടപടിയുടെ ഭാഗമായി കൂടുതൽ പട്രോളിംഗ് വാഹനങ്ങൾ റോഡിൽ വിന്യസിച്ചു. നിയമലംഘനം കണ്ടെത്തിയാൽ തടവും 2 ലക്ഷം വരെ പിഴയുമാണ് പുതിയ ശിക്ഷ. അശ്രദ്ധമായി റോഡിലൂടെ നടക്കുന്നത്, മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്നത് വാഹനമോടിക്കുന്നത് എന്നിവ ഇതിൽപ്പെടും. തെറ്റാവർത്തിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും നിയമം പറയുന്നു. കുവൈറ്റ് സെൻട്രൽ ബാങ്കിന്റെ നിയമങ്ങൾ പാലിക്കാത്ത മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. വ്യവസ്ഥകൾ പാലിക്കാനുള്ള സമയപരിധി മാർച്ച് 31 അവസാനിച്ചതിനാലാണ് നടപടി. അടുത്തിടെയാണ് മന്ത്രിസഭയുടെ തീരുമാനത്തെ തുടർന്ന് എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം സെൻട്രൽ ബാങ്കിന് കൈമാറിയത്. ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 29 മരണം. മരിച്ചവരിൽ 18 കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടും. 100-ലേറെ പേർക്ക് പരിക്കേറ്റതായും ഹമാസ് അറിയിച്ചു. കിഴക്കൻ ഗാസയിലെ ദാർ അൽ അക്രം സ്കൂളിലാണ് ആക്രമണം നടന്നത്. അഭയാർത്ഥി ക്യാമ്പാക്കി മാറ്റിയ സ്കൂളിലായിരുന്നു ആക്രമണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന്റെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം രാജിവെക്കാൻ ഒരുങ്ങി ഹംഗറി. ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ഹംഗറിയിലെത്തിയതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. ഗാസ സൈനിക നടപടിയിൽ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങളും ആരോപിച്ചാണ് ICC നവംബറിൽ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ചൈനയിൽ ജോലി ചെയ്യുന്ന US സർക്കാർ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകി ട്രംപ് ഭരണകൂടം. ചൈനീസ് പൗരന്മാരുമായി പ്രണയബന്ധമോ ലൈംഗിക ബന്ധമോ പാടില്ലെന്നാണ് നിർദ്ദേശം നൽകിയത്. ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടെയാണ് US സർക്കാർ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരത്തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള ഓഹരി വിപണിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. 2020 ശേഷം ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവയും ചൈനയ്ക്ക് 34% അടക്കം വിവിധ രാജ്യങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തി. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% തീരുവയാണ് ചുമത്തിയത്. സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കം പിൻവലിച്ചില്ലെന്നാരോപിച്ച് മെറ്റയ്ക്ക് കനത്ത പിഴ ചുമത്തി തുർക്കിയ. ചുമത്തിയ പിഴ എത്രയാണെന്ന് മെറ്റ വെളിപ്പെടുത്തിയിട്ടില്ല. പൊതുതാൽപര്യം പരിഗണിച്ചാണ് തുർക്കിയ സർക്കാരിന്റെ ആവശ്യം നിരാകരിച്ചതെന്ന് മെറ്റ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്താംബുൾ മേയർ ഇക്രം ഇമാം ഓങ്ലുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് രാജ്യത്ത് പ്രതിഷേധം ശക്തമായത്. ഇന്ത്യക്കാർ ഉൾപ്പെടെ 250 യാത്രക്കാർ തുർക്കിയിലെ വിമാനത്താവളത്തിൽ കുടുങ്ങിയത് 40 മണിക്കൂർ. ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വിമാനം തുർക്കിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതോടെയാണ് യാത്ര അനിശ്ചിതത്വത്തിലായത്. ലാൻഡിംഗിനിടെ വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചതോടെ എപ്പോൾ യാത്ര പുനരാരംഭിക്കുമെന്നത് സംബന്ധിച്ച് വിമാന കമ്പനി അധികൃതരും വ്യക്തമായ മറുപടി നൽകുന്നില്ല. രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ വില വർധന ഏപ്രിൽ 8 മുതൽ 2500 രൂപ മുതൽ 62,000 രൂപ വരെയാണ് കൂടുക. തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് മാത്രമാകും വർധനയെന്നും കമ്പനി അറിയിച്ചു. ഏപ്രിലിൽ 4% വരെ വില വർധന നടപ്പാക്കുമെന്ന് കമ്പനി നേരത്തെ അറിയിച്ചു. EPFO അംഗങ്ങൾക്ക് ക്ലെയിം സെറ്റിൽമെന്റ് നടപടികൾ ലളിതമാക്കി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. തുക പിൻവലിക്കുന്നതിനായി ചെക്ക് ലീഫിന്റെയോ ബാങ്ക് പാസ്ബുക്കിന്റെയോ ചിത്രം ഓൺലൈനായി അപ്ലോഡ് ചെയ്യണമെന്ന നിബന്ധന ഒഴിവാക്കി. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ UAN ഉപയോഗിച്ച് സീഡ് ചെയ്യുന്നതിന് തൊഴിലുടമയുടെ അംഗീകാരം വേണമെന്ന നിബന്ധനയും ഇനിയില്ല.
ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് വെറും 2 മണിക്കൂറിലെത്താൻ അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ വരുന്നു. മണിക്കൂറിൽ 600 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാർക്ക് പുറമെ ഇന്ധനം ഉൾപ്പെടെ ചരക്കുകളും കൊണ്ടുപോകും. UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് പദ്ധതി അവതരിപ്പിച്ചത്. UK-യും ഓസ്ട്രേലിയയും രാജ്യാന്തര അപേക്ഷകർക്കുള്ള വിസ ചാർജുകളും ട്യൂഷൻ ഫീസുകളും 13% വരെ വർദ്ധിപ്പിക്കും. ഈ മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. വിദേശത്ത് സന്ദർശനം, ജോലി, പഠനം എന്നിവ പദ്ധതിയിടുന്ന ഇന്ത്യക്കാർക്കുള്ള ഹ്രസ്വകാല സന്ദർശക വിസ, തൊഴിൽ സ്പോൺസർഷിപ്പുകൾ, ദീർഘകാല യൂണിവേഴ്സിറ്റി കോഴ്സുകൾ തുടങ്ങി നിരവധി വിഭാഗങ്ങളെ ഈ മാറ്റം ബാധിക്കും. ഊബറുമായി ചേർന്ന് കൂടുതൽ ഡ്രൈവറില്ലാ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ ദുബായ് RTA. ആഗോളതലത്തിൽ കൂടുതൽ കമ്പനികൾ രംഗത്തെത്തിയതോടെ അടുത്ത വർഷം വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി. ആഴക്കടൽ പര്യവേഷണത്തിലൂടെ പുതിയ തരം ജീവികളെ കണ്ടെത്തി ശാസ്ത്രജ്ഞർ. ഷ്മിറ്റ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പര്യവേഷണ വാഹനം ചിലിയൻ തീരത്ത് നടത്തിയ നിരീക്ഷണത്തിലാണ് ജീവികളെ കണ്ടെത്തിയത്. ആഴക്കടലിൽ നിന്നുള്ള ചിത്രങ്ങൾ ഷ്മിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ടു. കേരളത്തിലെ കാർഷികോൽപ്പന്നത്തിലും ഭൗമസൂചിക പദവി. കോട്ടയം ജില്ലയിൽ കൃഷി ചെയ്യുന്ന തലനാടൻ ഗ്രാമ്പുവിന് ഭൗമസൂചിക പദവി ലഭിച്ചു. മുട്ടിന്റെ ആകർഷക നിറം, വലിപ്പം എന്നിവ കൊണ്ട് വിപണിയിൽ മുമ്പേ തന്നെ ശ്രദ്ധ നേടിയതാണ് ഈ ഗ്രാമ്പു. ഭൗമസൂചിക പദവി ലഭിച്ചതോടെ ദേശീയ അന്തർദേശീയ വിപണികളിൽ ഇതിന് പ്രിയമേറുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കാസർഗോഡ് ബ്ലാർകോട് സ്വദേശിയായ യുവാവ് ദുബായിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ദുബായ് കരാമ സെന്ററിലെ ജീവനക്കാരൻ മുഹമ്മദ് അൽഖത്താർ റിഷാലാണ് മരിച്ചത്. താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ റിഷാലിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. 1.5 മാസം മുമ്പാണ് റിഷാൽ നാട്ടിൽ നിന്നും തിരിച്ചുപോയത്. അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. കോഴിക്കോട് പേരാമ്പ്രയിൽ ബസ് ബൈക്കിലിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മുളിയങ്ങൽ സ്വദേശി ഷാദിലാണ് മരിച്ചത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഷാദിൽ. ബസ് ഇടിച്ച ശേഷം 10 മീറ്ററോളം വലിച്ചിഴച്ച ശേഷമാണ് ബസ് നിന്നത്. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. മധ്യവേനൽ അവധിക്കാലത്ത് സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിൽ ക്ലാസ് നടത്തരുതെന്ന് ബാലാവകാശ കമ്മീഷൻ. പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ഉത്തരവ് ബാധകമാണ്. നിയമലംഘനം നടത്തുന്ന സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ഉത്തരവ്. കേരളത്തിലെ കുരുമുളക് ഉൽപ്പാദനത്തിൽ ഇടിവെന്ന് കേന്ദ്ര കാർഷിക സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ. 8 മുതൽ 10% വരെയാണ് ഇടിവ് സംഭവിച്ചതെന്നും രാംനാഥ് ഠാക്കൂർ പറഞ്ഞു. 2014-15 കാലത്ത് 85,431 ഹെക്ടറിൽ കൃഷിയുണ്ടായിരുന്നതാണ് 2023-24 കാലത്ത് ചുരുങ്ങിയത്. തൃശൂർ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 5 പഞ്ചായത്തുകളെ മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം. ഇതിനു മുന്നോടിയായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും പരിസരവും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ശുചീകരിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി നഗരസഭ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പ്രഖ്യാപനം നടത്തി. വളാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ പാവറട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സമ്മേളന പതാക ദിനാചരണം കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി യൂണിയൻ പതാക ഉയർത്തി. അതിവേഗ വാർത്ത തുടരുന്നു. ചൂടിൽ വലയുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസമായി AC ഹെൽമെറ്റുകൾ. ഹെഡ് ഗിയറിനുള്ളിലെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കോമ്പാക്ട് കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയാണ് ഹെൽമെറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ്, തമിഴ്നാട് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിലെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ എയർ കണ്ടീഷൻ ചെയ്ത ഹെൽമെറ്റുകൾ ഉപയോഗിക്കുന്നു. ആലപ്പുഴ മാന്നാറിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ അധിക്ഷേപിച്ച ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം.
തൃശൂർ മണലൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ ധർണ നടത്തി. കഴിഞ്ഞ 20 ദിവസമായി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി യാതൊരു ഇടപെടലും ഭരണസമിതി നടത്തുന്നില്ലെന്ന് LDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം മഞ്ചേരിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 4 ഗ്രാം MDMA-യുമായി 5 പേർ പിടിയിൽ. സാദിഖ്, ഷാഫി, ദിൽഷാദ്, ഷംസുദ്ദീൻ, സർബാസ് എന്നിവരാണ് പിടിയിലായത്. കാരാപ്പറമ്പിലെ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് ഇവർ പിടിയിലാകുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. കൊല്ലം ശക്തികുളങ്ങരയിൽ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച് MDMA കടത്തിയ കേസിലെ പ്രതി അനില രവീന്ദ്രന്റെ മുഖ്യ കൂട്ടാളി പിടിയിൽ. കിളിക്കൊല്ലൂർ സ്വദേശി ശരബിനാണ് പിടിയിലായത്. ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ശക്തികുളങ്ങര പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാൾക്ക് നൽകാനാണ് അനില രവീന്ദ്രൻ 90 ഗ്രാം MDMA എത്തിച്ചത്. കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി 45 വയസ്സുകാരൻ പിടിയിൽ. തിരുവനന്തപുരം KSRTC ബസ്സിലെ യാത്രക്കാരനായ പുനലൂർ സ്വദേശി സജീവ് കുമാറാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 2 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. തൃശൂർ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ മാർച്ച് സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് മരണമാണ്, മയക്കം വിട്ടുണരാം നാടിനായി എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിച്ച മാർച്ചിൽ സ്നേഹജ്വാല കത്തിച്ച് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചെയ്തു. തൃശൂർ പുത്തൂർ നമ്പ്യാർ റോഡ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ഒല്ലൂർ CI വിമോദ് ക്ലാസിന് നേതൃത്വം നൽകി. വാർഡ് മെമ്പർ ലിബി വർഗീസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഇന്നത്തെ തലമുറയിൽ കണ്ടുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കാരണങ്ങളും അതിന്റെ പ്രതിവിധികളെക്കുറിച്ച് സംസാരിച്ചു. തൃശൂർ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 400 ലിറ്റർ വാഷ് പിടികൂടി. എറണാകുളം സ്വദേശിയുടെ കാട് പിടിച്ചു കിടക്കുന്ന പുരയിടത്തിൽ നിന്നാണ് വാഷ് പിടികൂടിയത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാരായം വാറ്റുന്ന കേന്ദ്രം കണ്ടെത്തി നശിപ്പിച്ചത്. മലപ്പുറം നിലമ്പൂരിൽ 40 കുപ്പി വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ. നിലമ്പൂർ കക്കാടംപൊയിൽ സ്വദേശി രാജേഷാണ് എക്സൈസിന്റെ പിടിയിലായത്. തിരുവമ്പാടി ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങിവെക്കുന്ന മദ്യം വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതിനിടെയാണ് രാജേഷ് എക്സൈസിന്റെ പിടിയിലായത്. കാസർഗോഡ് വൻ ലഹരി മരുന്ന് വേട്ട. കാറിലും വീട്ടിലും സൂക്ഷിച്ച 450 ഗ്രാം ഹാഷിഷ് ഓയിൽ എക്സൈസ് സംഘം പിടികൂടി. സംഭവത്തിൽ കർണാടക സ്വദേശിയും നിരവധി കേസുകളിൽ പ്രതിയുമായ കലന്തർ ഷാഫിയെ അറസ്റ്റ് ചെയ്തു. പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ട മറ്റൊരാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി. തൃശൂരിൽ വ്യാജ സ്വർണ്ണ പണയ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. മാന്നാമംഗലം മരോട്ടിച്ചാൽ സ്വദേശി ബിബിൻ ബേബിയാണ് പിടിയിലായത്. സ്വർണം പൂശിയ വളകൾ സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തിരൂരിലുള്ള സ്ഥാപനത്തിൽ പണയം വെച്ചാണ് ഇയാൾ പണം തട്ടിയത്. ഉല്ലൂർ, വടക്കാഞ്ചേരി എന്നീ സ്റ്റേഷനുകളിൽ പ്രതിക്ക് സമാനമായ രീതിയിലുള്ള കേസുകളുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. തൃശൂരിൽ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 3 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. സംഭവത്തിൽ പൂങ്കുന്നം സ്വദേശി ഷബീർ ഷംസുദ്ദീനെയാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. പെരിങ്ങോട്ടുകര സ്വദേശിനിയുടെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ പണം തട്ടിയത്. കോൺഗ്രസ് തൊളിക്കോട് പനക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം വിതുര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെയും കുടുംബത്തെയും കോൺഗ്രസ് നേതാക്കളെയും കള്ളക്കേസിൽ കുടുങ്ങുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി തോട്ടുമുക്ക് അൻസാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തൃശൂരിൽ കാണാതെയായ ബാൻഡ് സെറ്റ് കലാകാരനായ യുവാവിന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ കണ്ടെത്തി. ദേശമംഗലം കൊടപ്പാറ സ്വദേശി സുധീഷിന്റെ മൃതദേഹമാണ് കൊടപ്പാര ക്ഷേത്രത്തിന് സമീപമുള്ള ഭാരതപ്പുഴയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. തൃശൂർ വടക്കാഞ്ചേരിയിലെ സംരക്ഷിത വനഭൂമിയിലെ അനധികൃതമായി നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് മുമ്പിൽ റീത്ത് സമർപ്പിച്ച യൂത്ത് കോൺഗ്രസ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോടികളുടെ അഴിമതിയിലും അധികാര ദുർവിനിയോഗത്തിനും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് അനധികൃത കെട്ടിടത്തിന് മുമ്പിൽ റീത്ത് സമർപ്പിച്ചത്.
തൃശൂർ പാവറട്ടി പുതുമനശ്ശേരി സെന്റ് മേരീസ് LP സ്കൂൾ ശതാബ്ദി സമാപന സമ്മേളനം ഏപ്രിൽ 5 നടന്നു. സമ്മേളനം മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളത്തിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ആർട്ടിസ്റ്റ് ഇർഷാദ് കേച്ചേരി മുഖ്യാതിഥിയാണ്. ആകാശവിസ്മയമായ ലുസൈൽ സ്കൈ ഫെസ്റ്റിവലിന് കൊടിയേറി. ഏപ്രിൽ 3 മുതൽ 5 വരെയാണ് ലുസൈലിലെ അൽസത്ത് പ്ലാസയിൽ സ്കൈ ഫെസ്റ്റിവൽ അരങ്ങ് തകർക്കും. വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ നീണ്ടു നിൽക്കുന്ന ആകാശ ദൃശ്യ വിരുന്നിൽ ഖത്തറും ഗൾഫ് മേഖലയും ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത അതിശയ കാഴ്ചകളാണ് ഒരുക്കുന്നത്. അജിത്തും തൃഷയും കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്ന ഗുഡ് ബാഡ് അഗ്ലി കേരളത്തിലെ തിയേറ്ററുകളിലേക്ക്. ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ശ്രീഗോകുലം മൂവീസാണ് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ നവീൻ യർനേനിയും Y രവിശങ്കറും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതിവേഗ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.